നമസ്കാരം. 1498 AD ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തകളുമായി റൈമു. പ്രധാന വാർത്തകളിലേക്ക്. ജനതാ ഗാരേജിന്റെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു. മധുവും ഷീലയും വീണ്ടും പ്രണയ ജോഡികളാവുന്നു. പുതിയ ചിത്രം റൊമാനയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി. പ്രവർത്തന പാതയിൽ പുത്തൻ ചരിത്രം കുറിച്ച് 1498 AD. ജിഷാദിന്റെ കബാലിക്ക് 1ാം സ്ഥാനം. മോഹൻലാൽ നായകനാകുന്ന പുതിയ ചിത്രമായ ജനതാ ഗാരേജിന്റെ പുതിയ പോസ്റ്ററും ടീസറും പുറത്തിറങ്ങി. ഈദ് ദിനത്തിൽ മോഹൻലാൽ തന്നെയാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരിലെത്തിച്ചത്. മധുവും ഷീലയും വീണ്ടും പ്രണയ ജോഡികളാവുന്നു. സുപ്രസിദ്ധ സംവിധായകൻ ഫാസിലിന്റെ മകൻ ഫർഹാൻ ഫാസിൽ നായകനാകുന്ന ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചിത്രത്തിലാണ് 80കളിലെ പ്രണയ ജോഡികളായ മധുവും ഷീലയും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജു വർഗീസ്, ശ്രീജിത്ത് രവി, സന അൽത്താഫ് തുടങ്ങിയവരും വേഷമിടുന്നു. മലർവാടി ആർട്സ് ക്ലബ് ഫെയിം ഹരികൃഷ്ണനും നവാമിയും നായകന്മാരാകുന്ന റൊമാനോ ഷൂട്ടിംഗ് പൂർത്തിയായി. പുതുമുഖ സംവിധായകൻ MG സജീവനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. പ്രവർത്തന പാതയിൽ പുത്തൻ ചരിത്രവുമായി 1498 AD. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ പെരുന്നാൾ രാവിൽ സംഘടിപ്പിച്ച ഇശൽ രാവ് എന്ന കലാസന്ധ്യയിലൂടെയാണ് 1498 AD പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തത പുലർത്തിയ ഈ ആഘോഷ രാവിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി 1498 ADയുടെ ഷാർജ ബ്യൂറോയിൽ നിന്നും സിറാജ് തളിക്കുളം, അജ്മാനിൽ നിന്നും റിയാസ് തലക്കശ്ശേരി, അബുദാബിയിൽ നിന്നും ജോഷി ആവള തുടങ്ങിയവർ ചേരുന്നു. നമസ്കാരം, ഞാൻ സിറാജ്. വളരെ നല്ല ഫീഡ്ബാക്കുകളാണ് ഷാർജയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് നടന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഷാർജയിലുള്ള ഒരുപാട് പേർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ആസ്വദിക്കാനും സാധിച്ചു. അല്പം വിഷമത്തോടു കൂടി തന്നെ പറയട്ടെ, നല്ലൊരു ശതമാനം ആളുകൾ ഹാളിന്റെ പരിമിതി മൂലം തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, അതുപോലെ രാജീവ് ഗാന്ധി കൾച്ചർ സെന്റർ തുടങ്ങി സാംസ്കാരിക സംഘടനാ ഭാരവാഹികളുടെ അകമഴിഞ്ഞ പിന്തുണയും നിസ്വാർത്ഥമായ സഹകരണവുമാണ് നമ്മുടെ ഈ പരിപാടി ഇത്രത്തോളം വിജയത്തിലെത്തിച്ചത്. പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാണികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമായിരിക്കുന്നു. എല്ലാ കൊല്ലവും ഈദിന് പരിപാടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ വെറൈറ്റി പ്രോഗ്രാമായിട്ട് 1498 AD ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ടീമുകളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി പ്രോഗ്രാമാണ്. 1498 പ്രോഗ്രാം നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി പ്രോഗ്രാമാണ്. നല്ല എൻജോയ് ചെയ്യുന്നതാണ്. ഈദുൽ ഫിത്തറായിട്ട് ഞങ്ങൾ ജസ്റ്റ് വന്ന് നോക്കിയാണ്. അപ്പോൾ നല്ല സൂപ്പർ പ്രോഗ്രാമായി. അത് കഴിയുന്ന വരെ ഞങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങൾ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നു. നല്ല ആസ്വദിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഗ്രൂപ്പ് മൊത്തം 10-20 പേർ കണ്ടിരുന്നു. മൊത്തം നല്ല ഫ്രീ ആയിട്ട് പാസ്സുകളില്ലാതെ കണ്ടും ചെയ്ത് നല്ല സൂപ്പറായിട്ട് പ്രോഗ്രാം നല്ല പ്രോഗ്രാം. നമസ്കാരം, ഞാൻ റിയാസ് തലക്കശ്ശേരി ഫ്രം അജ്മാൻ സ്റ്റുഡിയോ. ഇശൽ രാവിനെ കുറിച്ച് വളരെ ആവേശപൂർവ്വമായ പ്രതികരണങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അഭൂതപൂർണമായ പിന്തുണയാണ് നമുക്ക് ലഭിച്ചത്. 1498 ADയുടെ പുതിയ പ്രൊജക്റ്റുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 1498 ADയുടെ പുതിയ പ്രൊജക്റ്റുകൾ എത്രയും വേഗത്തിൽ തന്നെ അനൗൺസ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും. ഇശൽ രാവിനെ ഒരു ചരിത്രരാവാക്കി മാറ്റിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. അബുദാബി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ ജോഷി ആവള. രാജ്യ തലസ്ഥാനമായ അബുദാബിയിൽ നിന്ന് ദൂരം പോലും വകവയ്ക്കാതെ ഒരുപാട് പേരാണ് 1498 ADയുടെ ഇശൽ രാവ് പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നത്. അബുദാബിയിൽ നിന്ന് ഏറെ അകലെ കിടക്കുന്ന റുവൈസിൽ നിന്ന് പോലും കുടുംബങ്ങളടക്കം നിരവധി പേരാണ് 1498 ADയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ എത്തിയത്. നന്ദി സിറാജ് തളിക്കുളം, റിയാസ് തലക്കശ്ശേരി ആൻഡ് ജോഷി അവള വിശദമായ റിപ്പോർട്ടുകൾ നൽകിയതിന്. ജിഷാദിന്റെ കബാലിക്ക് 1ാം സ്ഥാനം. സിംപ്ലി സൗത്ത് ഫേസ്ബുക്കിൽ സംഘടിപ്പിച്ച കബാലി ഡബ് സ്മാഷ് മത്സരത്തിൽ 1498 AD ഗ്രൂപ്പ് അംഗം ജിഷാദ് 1ാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നു. ജിഷാദിന് 1498 AD ഗ്രൂപ്പിന്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ പ്രശസ്ത നടിമാരായ രേവതി, സുകന്യ എന്നിവർക്ക് 1498 AD ഗ്രൂപ്പിന്റെ ജന്മദിനാശംസകൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.